കുര്യാക്കോസ് ഫ്രണ്ട് കുര്യാക്കോസ് ഫ്രണ്ട് 200 രൂപ ഇട്ടിട്ടുണ്ട്. ഇത്ര നേരം കാണാതിരുന്നപ്പോൾ ഞാൻ കരുതി പോലീസ് പിടിച്ചതാണ് എന്ന്. കുര്യാക്കോസ് ആയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് തിരിക്കാൻ പോയതാണ്. ഇങ്ങോട്ട് വരില്ല, കുര്യാക്കോസിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരില്ല പ്ലീസ്. എനിക്ക് മനസ്സിലായില്ല, പോലീസ് പിടിച്ചാ ഇത് കുര്യാക്കോസായിട്ട് മറ്റേ ഞാനും ഷബീറും റൈഡിംഗ് ഗിയർസ് ഇട്ടിട്ട് തിരിക്കാൻ പോയത് ആ സാധനം കുര്യാക്കോസായിട്ടാ വരുന്നത്. കുര്യാക്കോസായിട്ട് വന്നാ ഓനെയും പിടിച്ചകത്ത്. അനിയൻ ഇവിടെ വന്നല്ല, അതായത് അനിയൻ ചോദിക്കാൻ വന്ന്, മധുര രാജാലെ പോലെ അനിയൻ ചോദിക്കാൻ വന്ന്. ഞാൻ പോയി കഥ തുറന്നപ്പോ എന്റെ അടുത്ത് പറയാണ് ഒരു കാര്യം പറയാൻ വന്നതാണ്. എന്ത് എന്റെ ഏട്ടൻ മരിച്ചിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു മരിച്ചിട്ടില്ലെന്ന്. അതിന് ആര് പറഞ്ഞു? അല്ല കഴിഞ്ഞ ലൈവില് നിങ്ങൾ പറയണ കേട്ട് എന്റെ ഏട്ടൻ മരിച്ചു പോയെന്ന്. എന്റെ ഏട്ടൻ മരിച്ചിട്ടില്ലെന്ന് നാട്ടുകാര് ചുമ്മാ പറയണേണ്. അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. അത്രയും പറഞ്ഞിട്ട് അങ്ങ് ഒറ്റ നടത്തം തിരിഞ്ഞു. മോനും പ്രേതാന്ന് തോന്നുന്നു. കുര്യാക്കോസിനെ പോലെ തന്നെ. കുര്യാക്കോസ് ഒരു വൻ മരമല്ലേ, ഇല്ലാത്ത തെങ്ങ്. കുര്യാക്കോസിന്റെ തലയില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഉടലൊക്കെ അതേ കണക്ക്. ചെറുതൊന്നുമല്ല, ഒരു 10, 15, 16 എന്തെല്ലാം ടൈപ്പ്. പിന്നെ കുര്യാക്കോസിന്റെ വൈഫ് മെസ്സേജ് അയച്ചില്ലേ? വൈഫാ കുര്യാക്കോസ് വൈഫ് എന്ന് പറഞ്ഞിട്ട് കുര്യാക്കോസിന് ഒരിക്കലും പെണ്ണ് കിട്ടാൻ പോകുന്നില്ല. പിന്നെ അവൻ എങ്ങനെ വൈഫ്? എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് മെസ്സേജ് വന്നു. ഇതെന്താടാ നടക്കുന്നത്? അയൽവാസികൾ കുര്യാക്കോസ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഐസ് മൂഞ്ചി നടക്കുന്ന ഒരു ചെക്കൻ. അതായത് നമ്മള് ലൈവ് ചെയ്യുമ്പോൾ നമ്മൾ പുറത്ത് ചായ കുടിക്കാതിരിക്കുമ്പോ എല്ലാം ഇങ്ങനെ പുറത്തൊക്കെ കൂടി ഇടവയിലും ഇടയിലും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ചെക്കൻ ഐസും മൂഞ്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ചെക്കനാണ്. ആ ചെക്കനെ കുറിച്ച് ഞാൻ പറയുന്നത് വൈഫ് എന്നല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓന്റെ വീട്ടിന്റെ അടുത്ത്, കുര്യാക്കോസിന്റെ വീട്ടിന്റെ അടുത്ത് ഒരു അയൽവാസികൾ വന്ന് നിന്ന് അതിലൊരു പെണ്ണുണ്ട്. ഇവർ വീട് മാറിപ്പോയി കുര്യാക്കോസ് ആടുള്ളതുകൊണ്ട്. ആ കുര്യാക്കോസിന് എങ്ങനെ പെണ്ണ് കിട്ടും? നാട്ടിലെല്ലാം വില പോലും ഇങ്ങനെല്ലാം പറഞ്ഞാ കുര്യാക്കോസിനെ കുറിച്ച് ആരെയും പറയുന്ന ആലോചിച്ച് നോക്കി. തമാശ അല്ലേ? അല്ലെങ്കിൽ കിട്ടോ? വൈഫ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നാ. നീ സത്യം പറ. കുര്യാച്ചനെ ഇന്ന് 1 മണി വരെ പിടിച്ചു നിർത്തല്ലേ, വീട്ടില് വേറെ ആരുമില്ല, നേരത്തെ പറഞ്ഞു പറഞ്ഞോന്ന്. ഇന്നലെ അങ്ങനെ ക്രൗഡില് മമ്മൂന് സ്വീകരണം കിട്ടിയല്ലേ. നമുക്ക് ഇന്ന് പോൾ ഇട്ടിട്ട് മമ്മൂന്റെ ഇതെന്താ നോക്കാം. അനിയൻ കുറച്ച് സീനാണ്. ഇടയ്ക്ക് കുര്യാക്കോസിന്റെ തുണിയില്ലാതെ ഓടിക്കാറുണ്ട്. ഒരു സൈക്കോ ചെക്കനാണ് അവൻ. ഷമീറെ നിന്നെ അടിക്കണമെന്നാണ് അനിയന്റെ അടുത്ത പ്ലാൻ. 75% മമ്മു കംബാക്ക്. എടാ 76 മമ്മു ജയിച്ചേ. മമ്മു കംബാക്ക്. ഇന്നാണ് മമ്മുന്റെ കംബാക്ക്. അയക്കൂരക്ക് വരാൻ സമയമായി. അയക്കൂരയാ മമ്മ എന്താ ഭയങ്കര ഡിമാൻഡോ. ഇത്രയും ദിവസം 75% ആവട്ടോ കാത്തതിന്. ഇപ്പൊ ഒരു ഡിമാൻഡ്. എന്ത് നാളെ ആരുടെ ജില്ലാ കളക്ടറാ ഇവൻ ആരാ? 76% ആൾക്കാർ മമ്മു, 76% ആൾക്കാർ നിന്റെ കംബാക്കിന് വേണ്ടി പറയുന്നുണ്ട്. തീയും പുകയാന്ന്. ചാറ്റ് മൊത്തം തീയും പുകയാന്ന്. മണ്ടലി പോലെ അവിടെ നിക്കല്ലേ, ഇങ്ങോട്ട് വാ. എന്താ പ്രശ്നം? എന്താ എങ്ങനെ എന്തിനു പേടി? ഒന്നും ഇതാ പ്രിപ്പയർ ആയിട്ടില്ല ഒന്നിനും. അതിനിത് എക്സാം അല്ലേ? ഇത് 10ാം ക്ലാസ് പരീക്ഷ അല്ല. അതിൽ നീ പൊട്ടിയും ചെയ്ത്. ഞാൻ നാളെ വരാം. നാളെ ഇതെല്ലാം ഇട്ടിട്ട് വരാം, മാറ്റിട്ട് വരാം. ചാറ്റ് എന്താ ചെയ്യണ്ടേ? മമ്മൂന് എന്താ ചെയ്യണ്ടേ? മമ്മൂന് ആൾക്കാർ തീയല്ലിടുന്ന ഫുള്ള് തീ. എല്ലാം എല്ല് വരാൻ തുടങ്ങിട്ടാ. എല്ല് മുട്ടയും നിൽക്കാതെ എല്ല് മൊത്തം. മമ്മു പവർ, ഇത്രയും പവറുള്ള മമ്മു ഇങ്ങനെ ആകുന്നത് അതെല്ലായി മൊത്തം. നിങ്ങൾ മമ്മൂനെ കൺവിൻസ് ചെയ്യും ലൈവ് കൊണ്ടുവരാൻ. വന്നിട്ട് ഇതെന്ത് സംഭവം? എടുത്തല്ലടാ ബോണ്ടൊക്കെ പേടിയാവോലോ. ഇത്ര ലോ ആയി മാറി ഞാൻ ചിന്തിക്കുന്നത്. നിന്റെ മുഖം ഇങ്ങനെ കോമാളിനെ പോലെ. ചെയ്തൂടെ? ഞാൻ മരിക്കാൻ പോവാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ. ഇപ്പൊ തന്നെ വിട്ടോ. കയറ് വേണോ അല്ലെങ്കിൽ എങ്ങനെ മരിക്കാനുള്ളത്? നിന്റെ പ്രിഫേർഡ് ഈ മോന്തയും വെച്ച് ഈ കോമാളി മുഖം വെച്ച് നീ ജീവിക്കുന്നതിലും നല്ലത്. എന്താണ് പ്രശ്നം? ഡ്രസ് മാത്രല്ല, നിന്റെ മോന്തയും എങ്ങനെയാന്ന്. എന്റെ മുഖത്തിന് എന്താണ് കുഴപ്പം? ഇവനെക്കാട്ടും അടിപൊളിയല്ലേ ഇവന്? മറ്റേ കണ്ണടയിൽ വെച്ച് ഇവരെല്ലാപ്പോഴും പറയുന്നത് എന്റെ ഡ്രസ്സിന് എന്താ കുഴപ്പം, എന്റെ മുഖത്തിന് എന്താ കുഴപ്പം? പൊളിയല്ല മച്ചാനെ. നീ മീശ പഠിച്ചിട്ടില്ല. ചേട്ടാ എന്താ ചെയ്യേണ്ടത്? മമ്മൂന്റെ കാര്യം എന്ത് ചെയ്യണം?
75% കറക്റ്റിൽ നിൽക്കുന്നുണ്ട്. എന്താ ചെയ്യണ്ട ഇപ്പൊ കുറയും, പിന്നെ നിനക്ക് കേറാൻ കഴിയില്ല മമ്മു. വേണം കേറിക്കോ. ഇത്രയും ദിവസം കാത്തുനിന്നിട്ട് ഇപ്പൊ നിനക്ക് ഒരു 75% വോട്ട് വന്നത്. അത് വേണമെങ്കിൽ നീ കേറിക്കോ. ഇല്ലേ എനക്കറിയില്ല നീ എന്താന്ന് വെച്ചാൽ നീ വന്നിട്ട് എനക്ക് ഒരു കുഴപ്പമില്ല. ഷമീർ നിന്റെ അന്തകൻ ആര്? കുര്യാക്കോസാ? മമ്മീനെയൊക്കെ ഓ അതെ. ഓ ഷമീർ നിന്റെ അന്തകൻ വരുന്നത് മമ്മൂരാ. ഓ അതാ 74% സമാധാനമല്ല. പോയി 74% വിട്ടോ റൂമിലേക്ക് പോയിക്കോ. അവിടെ ബുദ്ധിങ്ങിയ പോലെ നിൽക്കുന്നുണ്ട്. എന്നാ തിന്നാൻ കിട്ടുമെന്നാ നോക്കുന്നത്. നാളെ വരാൻ ഇതെന്താന്ന് നിനക്ക് ഇഷ്ടമുള്ളപ്പം വരാൻ പറ്റേ. ആൾക്കാരെ വിളിക്കുമ്പോ വരണം, അല്ലാണ്ട് നിന്റെ ഇഷ്ടത്തിന്. എന്താ നിന്റെ പ്രശ്നം പറ. നീ ഉള്ള പോലെ തുറന്നത്. ഞാൻ മൈക്ക് കൊടുത്തേ. എന്താ ഉള്ളതെന്ന് വെച്ചാൽ നീ ആൾക്കാരോട് പറഞ്ഞ എന്താ നിന്റെ പ്രശ്നം എന്ന് പറ. സംസാരിക്കുന്നത് കുര്യാക്കോസ് വല്യപ്പ നിഹാതെ പെമ്പിള്ളേരെല്ലാം ആപ്പ് എടുക്ക് കാണട്ടെ, വേഗം എടുക്ക. അല്ല അതല്ല, അതിന്റെ DP ആന്ന് കോമഡി. ഒരു ഐസ്ക്രീമോ? ശരിക്കുള്ള കുര്യാക്കോസിന്റെ വല്യച്ഛൻ ഇത് കാണുന്നുണ്ടാവൂലേ? അല്ല ശരിക്കുള്ള കുര്യാക്കോസിന്റെ വല്യച്ഛൻ ഇത് കാണുന്നുണ്ടാവല്ലോ. ഇത് ആരുണ്ടാക്കിയതായാലും ഓരോ വല്യച്ഛൻ ഇത് കാണുന്നുണ്ടാവില്ലടാ മുത്തേ. എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? 10th മെമ്പർ ലൈറ്റ്സ് ഗെയിമിങ്ങോ? 10th മെമ്പർ ലൈറ്റ്സ് ഗെയിമിംഗ് എന്ന് പറയുന്നത് എന്താ അഭിപ്രായം? ഷമീറിന്റെ അഭിപ്രായം എന്താ? ലൈറ്റ്സ് ഗെയിമിങ് എനിക്കത്ര ഇതല്ല, ബാക്കി എല്ലാവർക്കും തീരുമാനം പോലെ. ലൈറ്റ്സ് ഒരു മുതുങ്ങിയല്ലടാ. മമ്മൂന്റെ താത്തല്ലേ? മമ്മൂനെക്കാളും വലിയ മുതുങ്ങിയല്ലേ? ഓളെ ആൾക്കാർ അങ്ങനെ പറയുന്നത്. മമ്മൂനെ പോലത്തെ കളി കളിക്കുന്നതുകൊണ്ട് മമ്മൂന്റെ ഇത്താത്തന്നല്ലേ ആൾക്കാർ പറയുന്നത്. ഓളാണെങ്കിൽ ആൾക്കാരോട് മമ്മൂന്റെ ഇത്താത്തല്ലേ എന്ന് പറഞ്ഞില്ല നടക്കുന്നത്. ശരിയായ മുതുങ്ങിയല്ലടാ. ലൈറ്റ്സിനെ വേണ്ട. ഇത്താത്തല്ലടാ. എനിവേസ് മമ്മൂന്റെ കാര്യം എന്ത് ചെയ്യണതാ? 73% ആയി. ഇതില് ഇവനാണെങ്കിൽ ബുദ്ധിങ്ങിട്ട് എന്തോ പോലെ നിൽക്കുന്നത്. ഒരു ബോറിങ് ഇപ്പൊ പൊട്ടാമസിനെ പോലെ ഇവര് ഇങ്ങനെ പോലെ ഒഴിവാക്കട്ടെ, ചവിട്ടി പുറത്താക്കട്ടെ. എന്തിനാ ഇവനെ നമ്മളെ ഇങ്ങനെ നിർത്തിക്കുന്നത്? ഇവനെന്തോ ഒരു ഭയങ്കര ഡിമാൻഡും. എന്താണിത്? അല്ല ഈ വത്തക്ക് ടെൻഷൻ ആവും. നാളെ വരാന്ന് ഇവൻ പറയുന്നത്. എന്താ ടെൻഷൻ? അല്ല നീ ഉള്ള പോലെ പറഞ്ഞ ലൈവ് പറ്റി കൊറേ ദിവസമായില്ലേ, അപ്പൊ അതിന്റെ ഇതൊന്നും ഇതാക്ക് കിട്ടുന്നില്ല. എന്ത് കിട്ടുന്നില്ല? പേടി നാണോ ഇതെല്ലാം പോലെ എന്താന്നറിയില്ല, എന്തോ പോലെ. ഞാൻ നാളെ വരാം. അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ലൈവ് നമ്മൾ കൊറേ ദിവസം ചെയ്യാണ്ട് വരുമ്പോ നമുക്ക് ഇതെല്ലാം തോന്നും. നാണോ നാളെ ഇതാക്കിതെല്ലാം വരാം. ഈ കാര്യം ഉണ്ടായില്ലടാ. എന്താണ് പോയട്ടെ നീ പവറായ എന്ത് നാണോ? നീ മമ്മൂല്ലടാ. നിനക്ക് നാണെന്നെല്ലാം പറയുന്നത്. നീ മമ്മൂ എന്ന് പറഞ്ഞ ആരാ? ഒരു ചെറ്റല്ലടാ മമ്മൂ. ഈ മമ്മൂനെല്ലാം നാണം. ഇതെന്താന്ന് ഈ ലോകം ഇങ്ങനെയല്ലാന്ന്. അതായത് അത്രയും നാണും മാനുമില്ലാത്ത ഒരുത്തനെല്ലാം നാണും ഇതെല്ലാം പേടിയെല്ലാം വരുന്നത്. ഇതെന്താ മതിയാടാ. എന്താണിത്? ഇവിടെ എന്താന്ന് പറയുന്നത് നിങ്ങളല്ലോ? കിക്ക് എല്ലാരും കിക്ക് ചെയ്യാനാ പറയുന്നത്. കിക്ക് മമ്മു ഫയർ ഇട്ടോണ്ട് എല്ലാരും ഫയർ ഇട്ടോണ്ട് തീ ഇട്ടോണ്ട് ഷമീറിന്റെ കോമഡി ഒന്നും പഴയ പോലെ വർക്കാകുന്നില്ല അല്ലേ? ഷമീറിന് പോയല്ലേ സൈഡായല്ലേ ഷമീർ? ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ ആക്കുവോ? എന്താ ഐഡിയ? മറ്റേ നീ എന്താ ഇതിനെന്താ പറയാ? മറ്റേ ഐഡിയ അല്ല, വാക്ക് മാറിപ്പോയി. മറ്റേ പറയാൻ കിട്ടും. ഇങ്ങനെ ആക്കുന്ന സ്ക്രൈബ് അല്ലടാ, എന്തോ ഒരു സാധനം ഉണ്ട്, അതേപോലെ ആക്കുക. ഇങ്ങനെ ആക്കാം. പച്ചക്കുതിര. അപ്പൊ ഇതേ ഉള്ളൂ. അപ്പൊ നാളെ വരാം. നാളെ വരെ ഇതെന്താ ഹെഡ്മാഷിന്റെ അടുത്ത് ലീവ് എടുത്തിട്ട് പോകുന്നതാ? ഇനി നീ വരണ്ട. ഇനി ഞാൻ നിന്നെ കേറ്റൂല. ഞാൻ കാരണം ഇനി നീ കേട്ടു. നീ പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കണം. നിനക്ക് എന്താ നിന്റെ പ്രശ്നം, അത് എങ്ങനെ മാറ്റാന്ന് പറഞ്ഞു കൊടുക്കും. നാളെ നീ ഫുൾ അടിപൊളിയായിട്ട് വരുക. BGML ഇട്ട് സെറ്റ് ആക്കും. ഫുൾ പവർ, ഫുൾ സെറ്റ്. അന്നെല്ലാം ചോദിക്കോ. ഞാൻ ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാം മമ്മു. ഞാൻ നിനക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത്
ഞാൻ തൊപ്പി എന്നുള്ള ക്യാരക്ടർ നിർത്തിയിട്ട് പോയി എന്ന് പറഞ്ഞ ദിവസം ഓർമ്മയുണ്ടല്ലോ അമ്മ വേറെ എഫക്റ്റിങ് ജമീർ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ജമീറിന്, വേറെ കാര്യം. ഞാൻ ഇത് നിർത്തിയിട്ട് പോയ ദിവസം കളമശ്ശേരി വീട്ടിൽ നിന്ന് മുടി കട്ട് ചെയ്തിട്ട് പോയ ദിവസം, അതിന് ശേഷം ഞാൻ വിചാരിച്ച് എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്നത്. അന്ന് തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാ. പിറ്റേ ദിവസം ഞാൻ നോക്കി എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാവും. എന്തോർമ്മ നീ ഇവനെന്തോർമ്മ ഇവനാടാ ഇതെന്ന് വെച്ചാൽ നമുക്ക് നാളാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഈ സ്ട്രീമിങ്ങിന്റെ ഒരു പ്രത്യേകത അതാണ്. ഈ ക്യാമറയും സ്ട്രീമിങ്ങുമായിട്ട് ക്യാമറ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനുള്ള ഒരു പ്രത്യേകത അതാണ്. ഇനി നാളാന്ന് പറഞ്ഞൊരു സംഭവമില്ല. നാളെ ആകുമ്പോൾ നിനക്ക് കൂടുതൽ ഇതിന്റെ മടി മാറി നിനക്ക് കൂടുതൽ കോൺഫിഡൻസ്, അങ്ങനത്തെ ഒരു സംഭവമില്ല. നാളെ നീ ഇതേ ഇതിലായിരിക്കും, മറ്റന്നാളെയും നീ ഇതേ ഇതിലായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നൗവാണ് കാര്യം. ഇതെന്ന് പറഞ്ഞാൽ നൗ എന്നിട്ടുള്ള ഈ ക്യാമറ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്. നൗവിന്റെ പരിപാടിയാണ് ഇത്. നാളത്തേക്ക് നിന്റെ ഒരു സാധനവും മാറാൻ പോകുന്നില്ല. നാളെയും നീ ഇതേപോലെ തന്നെ വരാം. നീ ചിലപ്പോൾ നാളെ തിരിച്ചു വരുമായിരിക്കും, നാളെ തുടങ്ങുമായിരിക്കും, ലൈവിലേക്ക് തിരിച്ചു വന്ന് നിന്റെ ഇത് തുടങ്ങുമായിരിക്കും. പക്ഷേ നാളെയും നീ ഇപ്പൊ എങ്ങനെ തുടങ്ങുന്നു അതേപോലെ തന്നെ എനിക്ക് തുടങ്ങാൻ കഴിയും. കുറച്ച് നേരത്തെ ആക്കി ഞാൻ പറഞ്ഞില്ല. അല്ല ബാക്കി അവന്റെ ഇഷ്ടം വിട്ടോ. ഓക്കെ എനിവേസ് അപ്പൊ വിട്ടോ മത്തിത്തല കിക്ക എല്ലാരും കിക്ക വിട്ടോ പോയിക്കോ